മുൻ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസ് നടത്തിയ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും ചേരിതിരിഞ്ഞുള്ള പോരിന് വഴിവെച്ചിരിക്കുകയാണ്. സംവാദത്തിന് പി ജയരാജനെ വെല്ലുവിളിച്ച മനുവിന് നേരിടേണ്ടി വന്നത് ആകാശ് തില്ലങ്കേരിയുടെയും അർജുൻ ആയങ്കിയുടെയും മുഹമ്മദ് ഷാഫിയുടെയും ഭീഷണി. ജയരാജനെ പറഞ്ഞാൽ ചോദിക്കാനെത്തുന്നത് ഇവരെന്നതിൽ അത്ഭുതമില്ല എന്ന് മനുവിന്റെ മുനവെച്ച മറുപടി. ജയരാജനും മകനുമെതിരെയുള്ള പരാമർശങ്ങളിൽ മനു തോമസിനെതിരെ വക്കീൽ നോട്ടീസ്. വ്യാജ സൈന്യങ്ങളെ പേടിയില്ലെന്ന് മറുപടി. മിണ്ടിയാൽ പൊട്ടിക്കുമോ? കൊട്ടേഷൻ കൊടുക്കുന്നത് ആരാണ്? കൊട്ടേഷൻ എടുക്കുന്നതാരാണ്? പാർട്ടി മിണ്ടാത്തതെന്ത്? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീ മനു സി തോമസ് നമ്മളോടൊപ്പം ചർച്ചയുടെ തുടക്കത്തിൽ ചേരും. ശ്രീ ജോസഫ് സി മാത്യു, രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ റെജി ലോക്കോസ്, ഇടതു സഹയാത്രികൻ. ശ്രീ യുവരാജ് ഗോകുൽ, BJP-യിൽ നിന്ന്. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. ശ്രീ ജോസഫ് സി മാത്യു, അങ്ങേക്കിനെ കേൾക്കാമോ? കേൾക്കാം. ശ്രീ ജോസഫ് സി മാത്യു, കണ്ണൂർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പല കഥകൾ കേരള രാഷ്ട്രീയം കേട്ടിട്ടുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, കൊട്ടേഷൻ ബന്ധവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പല കാലങ്ങളിൽ വന്നിട്ടുണ്ട്. അന്നൊക്കെ പാർട്ടി പ്രതിരോധിക്കുന്നത് ഇതൊക്കെ പാർട്ടി വിരുദ്ധ പ്രചാരവേലയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ മനു തോമസ് പുറത്തു വന്ന ഒരാളാണ്. എവിടെ നിന്ന്? പാർട്ടിയിൽ നിന്ന് പലതവണ തിരുത്തലിൻ്റെ ഭാഗമായി നിന്ന് പലതവണ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് പുറത്തു വന്ന ഒരാൾ പഴയ കാര്യങ്ങളടക്കം വെളിപ്പെടുത്തുമ്പോൾ അതിന് പാർട്ടി വിരുദ്ധ പ്രചാരവേല എന്ന് മാത്രം പറഞ്ഞൊരു പരിചയ പിടിച്ചാൽ പോരാതവരില്ലേ? മാധവ്, ഇതിന് പല മാനങ്ങളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, നമ്മൾ കണ്ണൂർ രാഷ്ട്രീയം, കണ്ണൂരിലെ CPM രാഷ്ട്രീയം എന്നാണ് നിങ്ങൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നേരത്തെ ഈ കണ്ണൂരുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഏതാണ്ട് ഒരേ സ്വഭാവത്തിൽ ഒന്നിച്ചു നിൽക്കുന്നവർ എന്നുള്ള ഒരു ധാരണയോടുകൂടിയാണ് നമ്മൾ സംസാരിക്കുക. അവർ തമ്മിൽ പല വ്യത്യാസങ്ങൾ നമ്മൾ കാണാറുണ്ടെങ്കിലും മിക്കവാറും എല്ലാ വിഷയങ്ങളിലും അവർ ഒന്നിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കാണുക. അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ മാധു ചോദിച്ചതുപോലെ തന്നെ കണ്ണൂർ രാഷ്ട്രീയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ പല നേതാക്കന്മാർ, നമുക്ക് CKP പത്മനാഭൻ്റെ ഉദാഹരണം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവിടെ അങ്ങനെ പാർട്ടിയുടെ ഒരു മെയിൻ സ്ട്രീമുമായിട്ട് ഏതെങ്കിലും തരത്തിൽ തെറ്റിപ്പിരിഞ്ഞാൽ അവർക്ക് പിന്നുള്ള വഴി വളരെ സൈലൻ്റായിട്ട് നിശബ്ദമായി അത് പേറി ഏതാണ്ട് പുറത്തു പോവുകയോ അങ്ങ് അപ്രത്യക്ഷരാകുകയോ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള മാർഗം എന്നാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോഴതിൽ നിന്ന് വിഭിന്നമായ ഒരു സ്വരം നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ശ്രീ മനു തോമസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രസക്തമാണ്. അതിനെ ഒന്നും കുറച്ച് കണ്ടുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ അദ്ദേഹവും സ്വീകരിച്ച വഴി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയാറുള്ളത് പോലെ പാർട്ടിയെ തിരുത്താൻ ഞാൻ ശ്രമിച്ചു, അവസാനം ഞാൻ സ്വയം തിരുത്തി പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചു. ഇത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇത് തന്നെയാണ് കണ്ണൂരുണ്ടായിരുന്ന മാർഗം. ആ രീതിയിലാണ് അദ്ദേഹവും മുന്നോട്ട് പോയത്. പക്ഷേ വളരെ പെട്ടെന്ന് എന്ന് പറയാവുന്ന രീതിയിൽ ഇപ്പോൾ ഈ ശബ്ദം പുറത്തു വന്നതിൻ്റെ കാരണം എന്താണ്? ഏതാണ്ട് 3 പ്രാവശ്യം ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചിട്ടും അതിന്മേലൊരു തീരുമാനമാകാത്ത, ഏതാണ്ട് 1 വർഷത്തോളം കാലമായി അദ്ദേഹം പുറത്തുപോയി അതിനോട് നിശബ്ദമായിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയ ഒരു വിഷയത്തിൽ ഇപ്പോൾ അദ്ദേഹം പുറത്തു വരികയും സംസാരിക്കുകയും കത്ത് പുറത്തു വരികയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യം എന്താണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാനത് മനസ്സിലാക്കുന്നത്, തീർച്ചയായിട്ടും ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു പരാമർശം വരികയും ചില ക്യാമ്പയിനുകൾ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ആദ്യത്തെ തവണയല്ല, ആദ്യത്തെ പ്രാവശ്യമല്ല. നിരവധി നേതാക്കന്മാർക്ക് അങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരൊക്കെ അത് പേറി നടക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് വിഭിന്നമായൊരു കാര്യം ഉണ്ടായത് അവിടുത്തെ നേതാക്കന്മാർക്കിടയിൽ ഉള്ള ഭിന്ന സ്വരമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ശ്രീ P ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടെ ചില കാര്യങ്ങൾ ഉന്നയിച്ചതിൻ്റെ ഒരു മറുവശമാണ് അങ്ങനെ മേനി നടിക്കേണ്ട എന്നുള്ളതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഇപ്പോൾ ശ്രീ മനു തോമസ് ഇത് സംസാരിക്കുകയും ഈ കത്ത് പുറത്തു വിടുകയും P ജയരാജനും അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെ എതിരായിട്ട് നേരിട്ട് പുറത്തു വരികയൊക്കെ ചെയ്തത് ആരുടെയും ആശീർവാദമില്ലാതെയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് സംസാരിച്ചതിൻ്റെ
ഒരു ബാക്കി പത്രമായിട്ടാണ് ഇപ്പോൾ അത് പുറത്തു വരുന്നത് എന്നാണ്. അത് നമ്മൾ കണ്ണൂരിലെ ഈ വിഭിന്ന സ്വരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇലക്ഷൻ്റെ അന്ന് രാവിലെ സഖാവ് ഇ പി ജയരാജൻ ജാവേദ്കറെ കണ്ടതുമായിട്ടൊരു പരാമർശം യാദൃച്ഛികമായി അദ്ദേഹം നടത്തില്ല. നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൽ ആരോപിച്ചാലും ഇലക്ട്രൽ പൊളിറ്റിക്സിനെ കുറിച്ച് നല്ല ധാരണയുള്ള CPM-ൻ്റെ ഒരു മുതിർന്ന നേതാവാണ്. ഇലക്ഷൻ്റെ അന്ന് രാവിലെ VS രമയെ കാണാൻ പോയതിനെക്കുറിച്ച് ചർച്ച ചെയ്തതിൽ വളരെ രൂക്ഷമായി പ്രതികരിച്ചിട്ടുള്ള നേതാവാണ്. അപ്പോൾ ആ നേതാവാണ് ഇലക്ഷൻ്റെ അന്ന് കാലത്ത് BJP-യുടെ അഖിലേന്ത്യാ നേതാവുമായിട്ട് താൻ കൂടിക്കാഴ്ച കണ്ടു എന്നൊരു തുറന്നു പറച്ചിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ സത്യസന്ധമായിട്ട് അങ്ങ് പ്രതികരിക്കുന്ന ഒരു നേതാവല്ല, പെൻഡിങ്ങിൽ കാര്യങ്ങൾ വെക്കാൻ കഴിവുള്ള നേതാവാണ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ അദ്ദേഹം അത് പ്രതികരിക്കുന്നത് ചില നേതാക്കന്മാർ അങ്ങനെ ജയിക്കേണ്ടതില്ല എന്ന് പോലും തോന്നിയിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് സമീപകാലത്തെ കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് ഈ നേതാക്കന്മാരൊക്കെ തമ്മിലുള്ള ഒരുപാട് താല്പര്യങ്ങൾ, അത് പാർട്ടി കമ്മിറ്റിയിലെ ഏതെങ്കിലും ചർച്ചയുടെ ബാക്കി പത്രമായിട്ട് അവർ വിരുദ്ധ അഭിപ്രായങ്ങൾ എടുത്തത് കൊണ്ടൊന്നും ഉണ്ടാകുന്നതല്ല. ഇതിന് പുറത്തുള്ള പല താല്പര്യങ്ങൾ പാർട്ടിക്കകത്തേക്കും കൂടി വലിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടിയുള്ളതാണ് ഈ വിഭിന്ന സ്വരങ്ങൾ. ആ സ്വരങ്ങളുടെ ഒരു പ്രതിഫലനമാണ്. അതുകൊണ്ട് നേരത്തെയുള്ള കണ്ണൂർ രാഷ്ട്രീയം വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ഇതിനെ പരിശോധിച്ചാൽ ഒരുപക്ഷെ നമ്മൾ അർത്ഥസത്യങ്ങളിലായിരിക്കും എത്തുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ ജോസഫ് സി മാത്യു, ഞാൻ അതിലേക്ക് തിരികെ വരാം. ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ പാർട്ടിയുടെ ആഭ്യന്തര ബലാബലങ്ങളിൽ പെട്ടുനിൽക്കുന്നത് കൊണ്ടാണോ ഇത്രയും ഗൗരവതരമായ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടും മാധ്യമങ്ങൾ നിരന്തരം ചോദിച്ചിട്ടും ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം പാർട്ടി നൽകാതെ പോകുന്നത്? നമ്മൾ ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ പോലും നമ്മൾ CPM-ന്റെ ഒരു പ്രതിനിധി ഔദ്യോഗികമായി പങ്കെടുക്കുന്നില്ല. സ്വാഭാവികമായി പാർട്ടിക്കെതിരെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരാൾ പറഞ്ഞാൽ അത് പാർട്ടി വിരുദ്ധ പ്രചാരവേല എന്ന പതിവ് മറുപടി പറയാം, അല്ലെങ്കിൽ പുറത്തുപോയ ആളുമായി ആശയപ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയാം. അങ്ങനെ പല മാർഗങ്ങളുണ്ട്. ഇതിപ്പോൾ ഷാജറിനെതിരെ ആരോപണമുണ്ട്, P ജയരാജനെതിരെ ആരോപണമുണ്ട്, ജെയിനെതിരെ ആരോപണമുണ്ട്. പാർട്ടി ഞങ്ങളിൽപ്പെട്ടവരല്ല എന്ന് തള്ളിപ്പറഞ്ഞ കൊട്ടേഷൻ ഗുണ്ട ചാപ്പ കുത്തപ്പെട്ട ആളുകൾ, അങ്ങനെ ആ ഒരു അതായത് ഷാജറിൻ്റെ തന്നെ വാക്കുകളിൽ തില്ലങ്കേരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇരുണ്ട ലോകമാണ് എന്ന് കേരളത്തിന് ചിന്തയുണ്ടാക്കി കൊടുത്തു എന്ന് പാർട്ടി തള്ളിപ്പറഞ്ഞ ആളുകൾ, അവരൊക്കെ ഇതിലേക്ക് വരികയാണ്. അപ്പോൾ മനു തോമസ് പറയുകയാണ് P ജയരാജനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിന് ചോദിക്കാൻ വരുന്ന ഇവരാണ് എന്നതിൽ അത്ഭുതമില്ല എന്ന്. എന്തുകൊണ്ടാണ് ഈ പേരുകളൊക്കെ ഇത്ര ഉറക്കെ മാധ്യമങ്ങളിലൂടെ മനു തോമസ് പറഞ്ഞിട്ടും ആവർത്തിച്ചു മാധ്യമങ്ങൾ ചോദിച്ചിട്ടും പാർട്ടി ഒരു മറുപടി പറയാതെ മാറി നിൽക്കുന്നത്? മാധു, CPM-ൽ നിന്നും പല ലാവണങ്ങൾ തേടി പ്രതീക്ഷയോടുകൂടി അക്കരപ്പച്ച തേടി കടന്ന് പാർട്ടിയിൽ നിന്നും പിന്നെ രാജിവെച്ചാൽ രാജി എന്നുള്ള പ്രശ്നം പാർട്ടിയിലില്ല. പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്ന അപൂർവം ചില ആൾക്കാരുണ്ട്. CPM-ആണ് ശരിയെന്നും ജനങ്ങളോടൊപ്പം ഉള്ളൊരു പാർട്ടിയാണെന്നുള്ള രീതിയിൽ CPM-നോടൊപ്പം വരുന്ന നിരവധി ആളുകളും അടിക്കടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ മനു തോമസ് ആരാണ്? അതുകൂടെ ഒന്ന് ആലോചിക്കേണ്ടത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ. അദ്ദേഹം 15 മാസങ്ങൾക്ക് മുമ്പേ പാർട്ടി വിട്ട ഒരാളാണ്. 15 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തൻ്റെ പാർട്ടി ടിക്കറ്റ് മെമ്പർഷിപ്പ് പുതുക്കാതെ അദ്ദേഹം പോയി. അതിനു മുമ്പ് ആരായിരുന്നു? എൻ്റെ അറിവ് ശരിയാണ്, അദ്ദേഹം തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, DYFയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു, CPM-ൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഈ 15 മാസത്തിനിടയ്ക്ക് ഇതുവരെ അദ്ദേഹം ഈ പാർട്ടിയെക്കുറിച്ചോ പാർട്ടിയുടെ ഭാഗത്തുണ്ടായ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഒരു മാധ്യമത്തിനോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മളോടൊപ്പം മനു തോമസ് ചേരുന്നുണ്ട്. ശ്രീ മനു തോമസ്, എന്തുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ P ജയരാജനും അങ്ങുമായി ഫേസ്ബുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാഗ്വാദം ഉണ്ടായപ്പോൾ അങ്ങേക്കെതിരെ ഭീഷണിയുമായി ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ഒക്കെ എത്തിയത്? അതിൽ അങ്ങേക്ക് അത്ഭുതമില്ല എന്ന് അങ്ങ് കുറിച്ചു കണ്ടു. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ അദ്ദേഹത്തിന്റെ പോസ്റ്റ് അദ്ദേഹം ഇട്ടത് ഈ പറഞ്ഞ ആളുകൾക്ക് ആഘോഷമാക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അത് ആഘോഷമാക്കി അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അങ്ങ് പാർട്ടിയിൽ നിന്ന് ഏതാണ്ട് 10-15 മാസം മുൻപ് പുറത്തുപോയ ഒരാളാണ്. ഇത്രയും കാലം മിണ്ടിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്നത് ആരുടെയെങ്കിലും രാഷ്ട്രീയ ചട്ടുകമായി ഇടത് വിരുദ്ധ പ്രചാരവേല നടത്തുന്ന ഒരാളായി മാറി എന്നുള്ളതാണോ
ഇപ്പോഴത്തെ പ്രതിരോധം? ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട്, അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുമൊക്കെയാണല്ലോ മാധ്യമങ്ങൾ നൽകുന്നത്. പക്ഷേ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അങ്ങ് ആരെക്കുറിച്ചാണോ പറയുന്നത് അവരാണിത് പറയുന്നത്. വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരം ഒരു വിപ്ലവകാരി ഇത്തിരി ഗതിമാറിയപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരം എന്ന രീതിക്കാണ് ഞങ്ങൾ പോലും വിചാരണ ചെയ്യപ്പെടുന്നത്. അത് ഞാൻ ഈ കാര്യം ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. ഞാനിത് ഒരു നിശബ്ദമായി പാർട്ടിയിൽ നിന്നും മെമ്പർഷിപ്പ് പുതുക്കാതെ പുറത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ച ഒരാളാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്റെ ഭാഗം വിശദീകരിക്കേണ്ട ഒരു ഭാഗം ഉണ്ടായെന്നുള്ളത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞതാണ്. അത് തീരുമാനം സ്വാഭാവികമായ ഒരു സംഘടനാ തീരുമാനം. ആ തീരുമാനം പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ മിനിറ്റ്സിന്റെ അകത്തു നിന്നും പ്രവർത്തി ഒരു മാധ്യമത്തിന് കൊടുക്കുകയും തെറ്റായി പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ അതിനോട് ഒരു പ്രതികരണം നടത്താൻ തയ്യാറായത്. കാരണം ഞാൻ കഴിഞ്ഞ 10-13 മാസക്കാലമായി ഒരു കാര്യവും ഞാൻ പറയാൻ തയ്യാറായിട്ട് സ്വാഭാവികമായി പുറത്തേക്ക് ആണ്. എനിക്ക് അങ്ങനെ ചട്ടുകമൊക്കെ ആകണമെങ്കിൽ ഏറ്റവും നല്ല അവസരം ഇപ്പോ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടന്ന ഒരു കാലമാണ്. എനിക്ക് അങ്ങനെ ഉപയോഗിക്കേണ്ട ആ ഒരാളാണ് എങ്കിൽ എനിക്ക് അതൊക്കെ ഉപയോഗിക്കാൻ നല്ലതുപോലെ പറ്റുമായിരുന്നു. ഞാൻ അതല്ല ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സംബന്ധിച്ച് പറയാനുള്ളത്. ശ്രീ മനു തോമസ്, ഇപ്പോ ജെയിൻ അങ്ങേക്ക് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പി ജയരാജനെതിരെയും ജെയിനെതിരെയും നടത്തിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ നിരുപാധികം മാപ്പ് പറയുക അല്ലെങ്കിൽ 50 ലക്ഷം രൂപ നൽകുക എന്നുള്ളതാണ് ആ വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് അങ്ങയുടെ മറുപടി? അല്ല, അവരൊക്കെ ഈ നിയമ സംവിധാനത്തിന് വിധേയപ്പെടുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവരൊക്കെ ഇത് അവസാനിപ്പിക്കാനും ഒക്കെ അധിക സമയം വേണ്ടെന്ന് പറഞ്ഞവരാണല്ലോ. അത് മാറി ആ അഭിപ്രായത്തിൽ നിന്ന് മാറിയോ ഇനി നിയമത്തിന്റെ വഴിക്ക് ആണോ കാര്യങ്ങൾ എന്നൊക്കെയുള്ളതാണ് ഇപ്പം എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്തായാലും ഞാനേതായാലും നിയമത്തെ അംഗീകരിക്കുന്ന ആളാണ്. ഞാൻ നിയമം പഠിച്ച ആളാണ്, നിയമത്തെ അംഗീകരിക്കുന്ന ആളാണ്. എനിക്ക് സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. ശ്രീ മനു തോമസ്, ഈ അവസാനിപ്പിക്കാൻ അധികം സമയം വേണ്ട എന്ന് പറഞ്ഞത് ജെയിൻ അല്ല, അത് ആകാശ് തില്ലങ്കേരിയാണ്. രണ്ടുപേരുടെയും ശബ്ദം ഒന്ന് തന്നെയാണ് എന്നാണോ അങ്ങ് പറയുന്നത്? അതല്ല, ഒന്ന് തന്നെ, ഒറ്റ കോളാമ്പി. അത് ആരുടെ താല്പര്യമാണ്? അല്ല, അത് ആരുടെ താല്പര്യമാണെന്ന് വെച്ചാൽ അതാണല്ലോ, നമ്മള് പാർട്ടിക്ക് ഉള്ളിൽ നിൽക്കുന്ന ഒരു ഉന്നത നേതാവും പാർട്ടിയിൽ നിന്ന് ചില കാര്യങ്ങൾ കൊണ്ട് സ്വാഭാവികമായി പുറത്തേക്ക് ഒഴിഞ്ഞുപോയ ഒരു നിശബ്ദനായി നിന്ന ആൾ തമ്മിൽ പിന്നീട് ഒരു ഘട്ടത്തിൽ ഒരു സംവാദത്തിന് ക്ഷണിച്ചപ്പം ഇവരാണല്ലോ കൊലവിളിയായിട്ട് വന്നത്. അപ്പൊ പിന്നെ എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് അറിയാലോ. ശ്രീ മനു തോമസ്, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ മാധ്യമങ്ങളാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും പറയുമ്പോൾ ഞങ്ങളുടെ ഇരുമ്പു മറയ്ക്കുള്ളിൽ നിന്ന് നിങ്ങൾക്കറിയാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന ആത്മവിശ്വാസത്തോടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് പാർട്ടിക്കെതിരെ വേണ്ടി മാത്രം പറയുന്നതാണ്, ചമച്ചുണ്ടാക്കുന്നതാണ്, അങ്ങനെ പലതും നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യം കൊണ്ടാണ് എപ്പോഴും അതിനെ പ്രതിരോധിക്കാറ്. അങ്ങ് അതിൽ നിന്ന് പുറത്തു വന്ന ഒരാളാണ്, അങ്ങ് അതിന്റെ ഭാഗമായിരുന്നവരാണ്. അതിനുള്ളിൽ നിന്നുകൊണ്ട് ഈ കൊട്ടേഷൻ ഗുണ്ട ലഹരി സംഘങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ പ്രചാരണങ്ങൾ നടത്തിയപ്പോൾ അതിന് നേതൃത്വം വഹിച്ച ഒരാളാണ്. അങ്ങ് ഇത് പുറത്തു വന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഡാമേജ് അത് വലുതാണ്. അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ നിൽക്കേണ്ടി വരുന്നത് ഈ 2 ദിവസമായിട്ടും. ആ ഡാമേജ് ഉണ്ടാകുമ്പോൾ അതിനുണ്ടാകുന്ന പ്രതികാര നടപടി എന്തായിരിക്കും, അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്തായിരിക്കും എന്നതിനെ പറ്റി അങ്ങ് നല്ല ബോധവാനാണോ? അല്ല, അതിന്റെ പ്രതികരണങ്ങളൊക്കെ ഞാൻ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് ഏറ്റുവാങ്ങിയ ആളാണ്. നമ്മൾ ക്യാമ്പയിൻ നടത്തിയിട്ട് പോകുമ്പം കൂത്തുപറമ്പ് നമുക്ക് കിട്ടിയ സ്വീകരണം വലിയൊരു അനുഭവമാണ്. നമ്മുടെ സംഘടനാ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. അതുകൊണ്ട് അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഇപ്പോഴും തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ മനു തോമസ്, അങ്ങനെ പുറത്തുപോയ ഒരാളുടെ പേരങ്ങേക്ക് ഓർമ്മയുണ്ടാകും, അത് TP എന്നാണ്. TPക്കെതിരെ സംഭവിച്ചത് ഒക്കെ ഒരു വൈകൃതമാണെന്ന് അങ്ങ് കുറിക്കുമ്പോൾ അങ്ങ് ആ പട്ടികയിൽ ചേർക്കപ്പെടും. അല്ല, അത് പട്ടികയൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ അപ്പൊ അവര് യുക്തിക്കനുസരിച്ച് ചെയ്യട്ടെ. ഞാനിപ്പോ ഏതായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും നിലപാടിനനുസരിച്ച് നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പം ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനത്തിന് വേണ്ടിയോ ഒന്നല്ല പറഞ്ഞു. ഞാൻ ഉള്ളിൽ നിന്ന് പറഞ്ഞ കാര്യം അത് തന്നെയാണ് പുറത്തുനിന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉള്ളിൽ നിന്ന് പറഞ്ഞ് അതിന്റെ തിരുത്തുന്നതിന് അതിന് പരിമിതി ഉണ്ടെന്ന് മനസ്സിലാക്കി നിശബ്ദമായി അങ്ങ് പോയതാണ്. കാരണം ഇപ്പം
പക്ഷെ അവിടുന്ന് ഈ പറഞ്ഞ തെറ്റായി വീണ്ടും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളുമായി എന്നെ കുത്തിവലിക്കാൻ വന്നപ്പോൾ മാത്രമാണ് ഞാനിതിനെ വീണ്ടും പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളത്. ശരി, ശ്രീ മനു തോമസ്, ഒരൊറ്റ കാര്യം കൂടി. ഇപ്പോൾ പി ജയരാജനെതിരെ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താവെന്ന് പ്രതിപക്ഷം വലിയ തോതിൽ ആരോപണം ഉന്നയിക്കുന്നതാണ്. അദ്ദേഹം നിരവധി കേസുകളിൽ അദ്ദേഹത്തിന് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്, അങ്ങനെ പലതുണ്ട്. പക്ഷെ ഒരു സാമ്പത്തിക ആരോപണം അങ്ങയുടെ ഭാഗത്തു നിന്നാണ് വരുന്നത്. അത് പി ജയരാജനോ കുടുംബമോ ഇതുവരെ കേൾക്കാത്ത ഒന്നാണ്. ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ ആണെങ്കിലും ജെയിൻ മുന്നോട്ട് വെച്ച ജീവിതം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന്റെ മകൻ എങ്ങനെ ജീവിക്കണം എന്നതിന്റെ ഉദാഹരണമാണ് എന്നതുപോലും വലിയ പ്രചാരണമായിരുന്നു. ആരാ പ്രചരിപ്പിച്ചത്? മാധ്യമങ്ങളല്ലല്ലോ, സൈബർ പ്രചരണമല്ലേ? അതെ, സൈബർ പ്രചരണം അതിനുവേണ്ടി ഒരു നെറ്റ്വർക്ക് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രചരണം അത് ഈ PR വർക്ക് നടത്താൻ കഴിയുന്നോണ്ടല്ലേ അത്. അതിന്റെ ഭാഗമായി മാത്രമാണ്. അതായത് മനു തോമസിന് ഉത്തമ ബോധ്യമുള്ള ആളുകൾ അങ്ങനെ വളരെ ലളിതമായി ജീവിക്കുന്ന സാമ്പത്തിക താല്പര്യം ഇല്ലാത്തവരല്ല എന്നാണോ? മനസ്സിലായില്ല, എങ്ങനെയാണ്? സാമ്പത്തിക താല്പര്യം ഇല്ലാത്തവരല്ല ജെയിനും പി ജയരാജനും ഒക്കെ ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകൾ എന്നാണോ? ഈ പറഞ്ഞ ആളുകളോടൊക്കെ ബന്ധപ്പെടുന്നതിന്റെ ഭാഗം എന്താ? പിന്നെ അവരോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്താ? അതായത് ഈ കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളുമായി ഉള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനം സാമ്പത്തിക താല്പര്യമാണ് എന്നാണോ? എല്ലാ താല്പര്യവും ഉണ്ടാവും. ഏതെങ്കിലും ഒരു താല്പര്യം മാത്രമല്ല, പല താല്പര്യവും ഉണ്ടാവും. ഇപ്പോ ഇടയ്ക്ക് ആകാശ് തില്ലങ്കേരിയും ഒക്കെ പാർട്ടിയുമായി നേരിട്ട് നിന്ന് വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ ശ്രീ മനു തോമസ്. അതിനപ്പുറത്ത് നിന്ന് പാർട്ടിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് അവസാനിപ്പിക്കാൻ വേറെ സമയം വേണ്ട എന്ന പാർട്ടി വക്താക്കളായി മാറുന്ന സാഹചര്യം പെട്ടെന്ന് ഉരുത്തിരിഞ്ഞത് എങ്ങനെയെന്നാണ് അങ്ങ് കരുതുന്നത്? അതെ, അതാണ് പറഞ്ഞത്. അതെ, അദ്ദേഹം എന്റെ വിപ്ലവ പാരമ്പര്യത്തെ സംബന്ധിച്ചും വിപ്ലവ ബോധത്തെ സംബന്ധിച്ചുള്ള അളവ് ആണല്ലോ അദ്ദേഹം ഫേസ്ബുക്കിനകത്ത് പറഞ്ഞത്. എന്നിട്ട് പറയുകയാണ്, ഇയാളിപ്പം പാർട്ടി വിരുദ്ധനായിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ കൈകാര്യം ചെയ്തോ വേണ്ട വിധത്തിൽ എന്നുള്ള ആഹ്വാനമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൊടുത്തത്. അതാണ് അവരെ ഏറ്റെടുത്തത്. അപ്പം എന്ന് വെച്ചാൽ ഇവര് ഏത് പാർട്ടിയാണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഉദ്ദേശിച്ചത് പാർട്ടി എന്നുള്ളത് CPM പാർട്ടിയാണെങ്കിൽ അതിന് ഈ ചോദ്യം നിങ്ങൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോടോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടോ ചോദിക്കാം. സെക്രട്ടറി സ്ഥാനത്താളുകൾ ഇരിക്കുന്നവരാണല്ലോ അഭിപ്രായം പറയുന്നത്. ഇനി ഫേസ്ബുക്കിനകത്ത് വിപ്ലവ സാഹിത്യം എഴുതുന്നവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ ഔദ്യോഗികമായ പാർട്ടി ഘടകത്തിന്റെ സെക്രട്ടറിമാരോ അങ്ങനെയുള്ളവരോട് ചോദിച്ചാൽ അവർ പറയും, ഇങ്ങനെ ആരെങ്കിലും ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടോ, പെട്ടെന്ന് സമയത്ത് തന്നെ തീർക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് അവർ പറയേണ്ടി വരും. അതാകുമ്പോൾ നിങ്ങൾ അവരോട് ചോദിച്ച് ക്ലിയർ വരുത്തുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. ശരി, വളരെയധികം നന്ദി ശ്രീ മനു തോമസ് സംസാരിച്ചതിന്. എന്തായാലും അത്തരം ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ല നിലവിൽ CPMന്റെ നേതൃത്വം എന്നുള്ളതാണ് വസ്തുത. ശ്രീ റജി ലൂക്കോസ്, ഞാൻ അങ്ങയുടെ സമയം കവർന്നെടുത്താണ് അങ്ങോട്ട് പോയത്. അങ്ങേക്ക് ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് കടക്കാം. ഒപ്പം ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ഒക്കെ പാർട്ടിയുടെ സംരക്ഷണം സൈബർ ഇടങ്ങളിലെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ പാർട്ടി? മനു, എനിക്ക് പൂർത്തീകരിക്കാനുള്ള സമയം തരണം. അതായത് ഇദ്ദേഹത്തിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തന്നെ വളരെ വ്യക്തമായിട്ട് ഇതൊരു വിചിത്രമായ ഒരു തിരക്കഥ രചിച്ചതാണ്. അദ്ദേഹത്തിന് അക്കരെ പച്ച തേടി ഏതെങ്കിലും ഒരു താവളത്തിലേക്ക് കയറണമെങ്കിൽ അതിൻ്റെ ബാർഗൈൻ കപ്പാസിറ്റി കൂട്ടുക, വിലപേശലിൻ്റെ കപ്പാസിറ്റി കൂട്ടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ 2 തെളിവുകളുണ്ട്. ഒന്ന്, അദ്ദേഹം പാർട്ടിക്ക് ഒരു പരാതി കൊടുത്തെന്ന് പറയുന്നു. അത് MV ജയരാജൻ അതിനെക്കുറിച്ച് മറുപടി കൃത്യമായിട്ട് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞു. പാർട്ടിക്ക് പരാതി കൊടുക്കുന്നത് സ്വാഭാവികമാണ്, കാരണം CPM ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അപ്പോൾ താനൊരു വീരപരിവേഷം അണിഞ്ഞുകൊണ്ട് കാര്യമായ രീതിയിൽ ആൾക്കാരൊന്നും അറിയപ്പെടാത്ത ഈ മനുഷ്യൻ CPMൽ നിന്ന് പോകുന്നെന്നും 15 മാസമായിട്ട് തനിക്ക് പാർട്ടിയായിട്ട് ബന്ധമില്ലെന്നും താൻ പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല എന്നും അതിന് മാധ്യമ ശ്രദ്ധ കേട്ടാൻ വേണ്ടിയിട്ടും CPM ആകുമ്പോഴത്തേക്കും മാധ്യമം ഇദ്ദേഹത്തിനെ ഒരു ശൂര പരാക്രമിയായിട്ട് പൊക്കിപ്പിടിക്കും. അതിന് രാഷ്ട്രീയ ശത്രുക്കൾ പോലും ആദരവോടെ കാണുന്ന P ജയരാജനെയും അദ്ദേഹത്തിൻ്റെ മകനെയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഒരിക്കലും നന്നായിട്ട് പരിചയപ്പെട്ട ഒരാളാണ് M ഷാജിർ എന്ന് പറയുന്ന സംസ്ഥാന യുവജന കമ്മീഷൻ്റെ ചെയർമാൻ. ആടിമൂടി മാന്യനായ ആ ചെറുപ്പക്കാരനെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം ഇപ്പോൾ ഒരു വീരപരിവേഷം അണയുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെ അദ്ദേഹത്തിന് ആരും അറിയപ്പെടാതെ കണ്ണൂർ ഭാഗത്ത് പാർട്ടിക്കാരിലാണ് മറ്റാരും അറിയപ്പെടാത്ത ഈ മനുഷ്യൻ്റെ മുമ്പിൽ ഇപ്പോൾ AP അബ്ദുള്ളക്കുട്ടി തന്നെ എന്നിരിക്കുന്നു. BJP VD സതീശനും അതുപോലെ തന്നെ കണ്ണൂർ DCC പ്രസിഡന്റ് അദ്ദേഹത്തിനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഈ വിലപേശലിന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ഇതിനു വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ കളിച്ചിരിക്കുന്നത്.
ഇപ്പോൾ CPM വിരോധം മൂത്തിരിക്കുന്ന മാധ്യമങ്ങൾ ഇദ്ദേഹത്തിനെ ഒരു ദേശീയ നേതാവായിട്ട് ചിത്രീകരിക്കുന്നു, അദ്ദേഹത്തിന്റെ തിക്താനുകളെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നു. അത്ര ഇതിനകത്ത് കാര്യമുള്ളൂ. അതിനുള്ള മറുപടി മനു തോമസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, അതായത് പോയ തിരഞ്ഞെടുപ്പ് കാലം എത്ര പ്രക്ഷുബ്ധമായ വിഷയങ്ങളുണ്ടായിരുന്നു. അന്നാണ് മനു തോമസ് ഇത് പറഞ്ഞതെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ ഇതിനേക്കാൾ ഉയർത്തിപ്പിടിച്ചേനെ മനു തോമസിനെ. അന്നത് ചെയ്തില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഏറ്റവും വിശ്വസനീയമായ മറുപടി എന്നത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ യുവരാജ് ഗോകുൽ, നിങ്ങളിപ്പോൾ BJP-യിലേക്ക് ക്ഷണിക്കുന്നു, കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ അക്കരപ്പച്ച തേടി പോകുന്ന ഒരാൾ മാത്രമാണ് മനു തോമസ്, അതുകൊണ്ട് വിളിച്ചു പറയുന്നതൊന്നും വിശ്വസിക്കേണ്ടതില്ല എന്ന മറുപടി തൃപ്തികരമാണോ? അതായത് ഇപ്പോൾ CPM-നുമായി ബന്ധപ്പെട്ട് CPM-നുള്ളിൽ തന്നെ DYFI-യുടെ വിവിധ യൂണിറ്റുകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ലഹരിക്കെതിരെയുള്ള കൊട്ടേഷനെതിരെയുള്ള റാലിയൊക്കെ സംഘടിപ്പിച്ചൊരു ശുദ്ധീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഒരു യുവാവ്, DYFI-യുടെ ജില്ലാ പ്രസിഡന്റ്, ഒരു ദിവസം പെട്ടെന്നിറങ്ങി പോവുകയായിരുന്നില്ല. അതായത് ഒരു സ്വാഭാവികമായ, ആരും അറിയാതെ, കമ്മിറ്റികളിൽ പങ്കെടുക്കാതെ സംഘടനാ നടപടിക്ക് സ്വാഭാവികമായി വിധേയനായി ഇറങ്ങിപ്പോയി മൗനമായി ഇരിക്കാൻ ശ്രമിച്ച ഒരാളാണ്. പറയുന്നതെല്ലാം പാർട്ടി വിരുദ്ധത എന്ന് മാത്രം ഗണിക്കേണ്ടതുണ്ടോ? മാധു, ഇതിനകത്ത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ് ഈ കേസ് എന്ന് പറയുന്നത്. ഒന്ന്, അദ്ദേഹം ജോസഫ് സി മാത്യു സാർ അദ്ദേഹം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഇതുമായി ബന്ധം ഇതൊരു ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട് വന്നതാണ് എന്ന് തോന്നുന്നില്ല. പക്ഷെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം CPM-നകത്ത് ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഘടകകക്ഷികൾക്കകത്ത് നിന്ന് തന്നെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ CPI-യുടെ തന്നെ പല ജില്ലാ കമ്മിറ്റികൾ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. CPM-ൻ്റെ അകത്ത് നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പാർട്ടി സെക്രട്ടറി തന്നെ ഏതാണ്ട് ആ തലത്തിലുള്ള പ്രസ്താവനകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ CPM പോലുള്ള ഒരു കേഡർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ പോലൊരു വ്യക്തി എത്രയോ കാലങ്ങളായിട്ട് 2 പതിറ്റാണ്ടിലധികമായിട്ട് ആ പാർട്ടിയെ തൻ്റെ ഉള്ളം കയ്യിൽ നിർത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ഈ പറയുന്ന ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഒരു ഭാഗത്ത് നിന്ന് വരുമ്പോൾ തനിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി ഒരു വശത്തുകൂടി വരുന്നുണ്ടാകാം. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 6-7 വർഷങ്ങളായിട്ട് കേരളത്തിൽ, പർട്ടിക്കുലർലി വടക്കൻ കേരളത്തിൽ, ഞാൻ ഏതെങ്കിലും ഒരു ജില്ലയുടെ പേരായിട്ടൊന്നും പറയുന്നില്ല, പർട്ടിക്കുലർലി വടക്കൻ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സ്വർണ്ണക്കടത്ത് പൊട്ടിക്കലും ഒക്കെ ഒരു വലിയ ഉപജീവന മാർഗമായിട്ട്, വലിയൊരു കച്ചവടമായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 6-7 വർഷത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും അധികം പടർന്ന് പന്തലിച്ച വ്യവസായം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സ്വർണ്ണക്കടത്തും ഈ സ്വർണ്ണക്കടത്തിനെ പൊട്ടിക്കുന്നതുമാണ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് വലിയൊരു വ്യവസായമായിട്ട് മാറിയിരിക്കുന്നത്. ഇതിന് കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള കവറിങ് ആരാണ് കൊടുക്കുന്നത്? ഇപ്പൊ ജെയിൻ രാജ് ഇദ്ദേഹത്തിനെതിരെ മനുവിനെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. വക്കീൽ നോട്ടീസ് അയക്കാനുള്ള ധൈര്യം എന്താണ്? ഇപ്പോൾ അദ്ദേഹം പൊട്ടിക്കൽ സംഘത്തിന്റെ ഭാഗമാണ് എന്നാണ് ജെയിൻ രാജ് പൊട്ടിക്കൽ സംഘത്തിന്റെ ഭാഗമാണെന്നാണ് മനു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണം തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ആരാണ് തെളിയിക്കേണ്ടിയിരുന്നത്? ശരിക്കും പറഞ്ഞാൽ കേരള പോലീസ് ഉൾപ്പെടെയുള്ള ആൾക്കാരാണല്ലോ അതിനകത്ത് പിടിക്കേണ്ടതും അതിനകത്ത് നടപടിയെടുക്കേണ്ടതും. കേരള പോലീസ് ആരുടെ കയ്യിലായിരിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പല സംസ്ഥാനത്തിൻ്റെ പോലീസ് സംവിധാനങ്ങളായിരുന്നാലും ശരി തന്നെയാണ്, CPM സംവിധാനങ്ങളായിരുന്നാലും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും മുമ്പോട്ട് പോകില്ല. ശരി, പക്ഷേ അവിടെ എവിടെയാണ് മനു തോമസ് നിങ്ങൾക്ക് ഇത്ര പ്രിയങ്കരനാകുന്നത്? അല്ല, ഞാൻ അതിലേക്കാണ് ഞാൻ വരുന്നത്. അല്ലെ, ഇതിനകത്ത് പ്രിയങ്കരനാകുന്നതിന്റെ വിഷയമൊന്നുമല്ല. BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ സാധ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നോക്കും. അത് മറ്റൊരു വശമാണ്. ഉപയോഗിക്കാമായിരുന്ന ഒന്ന് അതിനുശേഷം മാത്രം ഉപയോഗിക്കുന്നു. അല്ല, അതിലേക്കാണ് മാധു ഞാൻ വരുന്നത്. കാരണം ഇപ്പോൾ കുറച്ചു നേരത്തെ ശ്രീ റെജി ലൂക്കോസ് ഉൾപ്പെടെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണല്ലോ ശ്രീ ജയരാജൻ ഇദ്ദേഹം പാർട്ടി വിരുദ്ധനാണ്. മനു തോമസ് പാർട്ടി വിരുദ്ധനാണ്, അദ്ദേഹത്തിന് ആ രീതിയിലേക്ക് തന്നെ കൈകാര്യം ചെയ്തോളൂ എന്നുള്ള തലത്തിലേക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ തിരിച്ച് ജയരാജൻ സഖാവിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് ഒരു വലിയ കൊട്ടേഷൻകാരനാണ് എന്ന് വിളിച്ചു പറഞ്ഞത് CPM-കാർ തന്നെയാണ്. ഈ ആകാശ് തില്ലങ്കേരി ആ രീതിയിൽ കൈകാര്യം ചെയ്തുകൊള്ളാൻ, ഇതൊരു പാർട്ടി വിരുദ്ധനാണ്, ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തുകൊള്ളാൻ ജയരാജൻ എപ്പോഴെങ്കിലും പറയുന്നത് നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇല്ല.
അതുപോലെ തന്നെ അർജുൻ ആയങ്കി എന്ന് പറയുന്നയാൾ. ഈ അർജുൻ ആയങ്കിയെ സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരള പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അർജുൻ ആയങ്കി പാർട്ടി വിരുദ്ധനായി മാറിയിട്ടുണ്ട്. ഈ അർജുൻ ആയങ്കി അങ്ങനെ തന്നെ കൈകാര്യം ചെയ്തുകൊള്ളാൻ ഇവർ പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പകരം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജയരാജനെതിരെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനു തോമസ് ഒരു പാർട്ടി വിരുദ്ധനായെന്നാണ്. ഈ മനു തോമസ് പാർട്ടിയിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു പോകുന്നതെന്നുള്ള കാര്യം ജയരാജൻ സഖാവ് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് കുറിച്ചിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഇദ്ദേഹം ഒരു കച്ചവടം നടത്തി, 2 കട എന്തോ നടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? CPM-ൽ പ്രവർത്തിക്കുമ്പോൾ ഫുൾ ടൈം പ്രവർത്തിക്കുന്നതിന് പകരം ഇദ്ദേഹം 2 കട നടത്തി. അതായത് ഒരാൾ തൊഴിൽ ചെയ്ത് ജീവിച്ചു എന്നുള്ളതാണ് അയാൾക്കെതിരായിട്ട് ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് ഒരു കാരണമായിട്ട് ജയരാജൻ സഖാവ് പറഞ്ഞിരിക്കുന്നത്. ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതൊക്കെ CPM-നകത്ത് ഒരു ക്രിമിനൽ കുറ്റമാണ് എന്നുള്ള കാര്യം ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഇപ്പോഴാണ് മനസ്സിലായി വരുന്നത്. അപ്പോൾ ആ തരത്തിലാണ് ആ ചെറുപ്പക്കാരൻ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ളതെങ്കിൽ, അദ്ദേഹം പറയുന്നത് വളരെ ജെനുവിനായിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് സംസാരിക്കുക എന്ന് പറയുന്നത് BJP-യുടെ നേതാക്കളുടെ കടമയാണ്. അവരത് ചെയ്യും. ശരി. ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ പോരാടുകയായിരുന്നു എന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആരെയാണ് അദ്ദേഹം കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം പാർട്ടിയിലെ ആരെങ്കിലും ലക്ഷ്യം വെച്ച് ബോധപൂർവം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിന് അരുനിൽക്കാൻ പാർട്ടിയെ കിട്ടില്ല. അതേസമയം പാർട്ടിക്ക് ലഭിക്കുന്ന അനുഭാവികളുടെ പരാതികൾ പോലും അന്വേഷിച്ച് നടപടിയെടുക്കുന്ന പാരമ്പര്യമാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കുള്ളത്. ഇതിപ്പോൾ സ്വാഭാവികമായ ഒരു പ്രക്രിയയിലൂടെ മനു തോമസ് പുറത്തു പോകുന്നു. MV ജയരാജൻ അത് കൃത്യമായി വിശദീകരിക്കുന്നു. പി ജയരാജൻ ഇതിലുള്ള താല്പര്യം എന്താണ് എന്നതൊരു ചോദ്യമല്ലേ? പി ജയരാജനും ഇദ്ദേഹവും തമ്മിൽ ഡയറക്റ്റ് ഒരു ഡയലോഗ് ഉണ്ടാകുന്ന സമയത്ത് എന്തിനാണ് ഈ സംരക്ഷണ കവചവുമായി ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ഒക്കെ വരുന്നത്? അപ്പം അങ്ങനെ വന്നാൽ മനു തോമസിനെ തള്ളിപ്പറഞ്ഞ പി ജയരാജൻ ഇവരെ തള്ളിപ്പറയണ്ടേ? അങ്ങനെ എന്നെ കാവൽ നിൽക്കാൻ, എന്നെ പ്രതി എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്താൻ ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന്. മധു, ഞാൻ മനസ്സിലാക്കുന്നത് ഈ പല നേതാക്കന്മാരും പല സ്ഥാപിത താല്പര്യങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇപ്പോൾ മനു തോമസിൻ്റെ വിഷയത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലെ പ്രശ്നം ആരംഭിക്കുന്നത് ഈ ഉന്നത നേതാക്കന്മാരുമായിട്ടല്ല, അദ്ദേഹത്തിനോടൊപ്പം കമ്മിറ്റിയിലുള്ള ഷാജറും അതുപോലെ ചിലരുമായിട്ടാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്. പക്ഷേ അവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോക്കസിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ വേറെ വലിയ നേതാക്കന്മാരിൽ നിന്ന് വരുന്നു. ഇത് ആവർത്തിച്ച് ഉന്നയിച്ചിട്ടും ഇതിന്മേലൊന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ഉന്നയിച്ച ഒരു വിഷയങ്ങളുടെയും പ്രസക്തി കുറച്ച് കണ്ടുകൊണ്ടല്ല, അദ്ദേഹം അത് ഉന്നയിക്കാൻ കാണിച്ച ആർജവത്തെയും കുറച്ച് കണ്ടുകൊണ്ടല്ല. അദ്ദേഹം അത് ഉന്നയിക്കുകയും ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും പുറത്തു പോകേണ്ടി വന്നപ്പോൾ പോലും അതിനോട് സമരസപ്പെടാതിരിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. നമ്മൾ പല ആൾക്കാരിലും അത് കാണുന്നില്ല. നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ഇതിനോടൊന്നും യോജിപ്പില്ല എന്ന് നമ്മളോട് പറയുകയും നമുക്ക് ഏറെക്കുറെ അത് മനസ്സിലാവുകയും ചെയ്യുന്ന നേതാക്കന്മാർ പോലും കമ്മിറ്റികളിൽ പോലും ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കാതെ മൗനമായി ഇരിക്കുന്നത് തങ്ങൾക്ക് ഇപ്പോഴുള്ള സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതെ സംരക്ഷിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെ താരതമ്യേന ചെറുപ്പക്കാരനായ ഒരാൾ ജില്ലാ കമ്മിറ്റിയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിലും ഒരു കരിയർ പാത്ത് തുറന്നു കിടക്കുന്ന ഒരു ഘട്ടത്തിൽ അത് വേണ്ട, ഞാൻ കട നടത്തി ജീവിച്ചോളാം എന്ന് തീരുമാനിക്കുക എന്ന് പറയുന്നതിന് ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ മൗനമായിട്ട് നിശബ്ദനായി പോയ ഒരാൾ ഇപ്പോൾ സംസാരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് അവിടെ പല വിഷയങ്ങളുണ്ട്. പി ശശി പുറത്തു പോകാനിടയായ സംഭവങ്ങളിൽ പി ജയരാജൻ എടുത്ത ഒരു നിലപാടുണ്ടായിരുന്നു. അവർ തമ്മിൽ ഉള്ള ഒരു സ്പർദ്ധയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ശ്രീ ശശി അവരോധിക്കപ്പെട്ടിരിക്കുന്നത് ഏത് സ്ഥാനത്താണെന്നും ഏത് താല്പര്യത്തിൻ്റെ കൂടെയാണെന്നും നമുക്കറിയാം. അവിടെയും ഇത് പ്രകടമായി പുറത്തു വരാൻ പറ്റാതിരിക്കുന്ന ചില കാര്യങ്ങൾ കണ്ണൂർ രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റിയുടെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെ ഇലക്ഷൻ പരാജയത്തെക്കുറിച്ച് ശ്രീ പി ജയരാജൻ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു. അത് തുറന്നു പറയുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ അവിടെ അടങ്ങിയിരിക്കൂ എന്ന് പറയുക എന്നുള്ളതാണ്. അതായത് ഇവരാരും നമ്മൾ ഈ കാണുന്ന സമാധാനവും ഒന്നിച്ചു പോക്കും ഒന്നും ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുന്നതിൻ്റെയോ എല്ലാവരും സത്യസന്ധമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് മുന്നോട്ട് പോകുന്നതോ ഒന്നുമല്ല. ഇവരെല്ലാം പരസ്പരം ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഇത് പുറത്തു കൊണ്ടിരുന്ന കാര്യം.
ഇതാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോരുത്തരും ഓരോ താല്പര്യമാണ്. ഇവർക്ക് ആർക്കും പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇത് തുറന്നു പറയാൻ പറ്റാത്ത രീതിയിൽ ഇവരെല്ലാം തമ്മിൽ സന്ധി ചെയ്ത് സമരസപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് തെറ്റുമ്പോഴാണ് ഈ ചില കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ EP ജയരാജൻ്റെ റിസോർട്ട്, വൈദേഹൻ റിസോർട്ടിൽ നിന്ന് അദ്ദേഹവുമായി തെറ്റിപ്പിരിഞ്ഞ രമേഷ് കുമാർ എന്ന് പറയുന്ന ആള് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൻ്റെ അമ്മായി അച്ഛൻ്റെ ബിസിനസ് പങ്കാളിയാണ്. അപ്പോൾ ആ ധൈര്യത്തിലാണ് അദ്ദേഹം ചെന്നിട്ട് മറ്റ് നേതാക്കന്മാരുടെ അടുത്ത് ചെന്ന് ഈ വിഷയങ്ങൾ പറയുകയും ആ നേതാക്കന്മാരത് ശ്രീ P ജയരാജൻ അത് ഏറ്റുപിടിക്കുകയൊക്കെ ചെയ്തത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനത്തെ ചില കച്ചവടങ്ങൾ തെറ്റുമ്പോഴുണ്ടാകുന്ന കൂട്ടായ്മയിലെ വിള്ളലുകളാണ്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതും ശ്രീ മനു തോമസ് ഉന്നയിച്ച വിഷയങ്ങളുടെ പ്രസക്തിയോ അദ്ദേഹത്തിൻ്റെ ആർജവത്തെയോ ഒന്നും കുറച്ച് കണ്ടുകൊണ്ടല്ല. പക്ഷേ ഇപ്പോഴിത് ഉന്നയിക്കുന്നതിൻ്റെ പിറകിൽ മറ്റ് ചില താല്പര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആയിരിക്കില്ല, അദ്ദേഹത്തെ അത് ഉപയോഗപ്പെടുത്തുക പോലും ആവാം. അങ്ങനെ ചില താല്പര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ തീർച്ചയായിട്ടും ബലമായി സംശയിക്കുന്നത്. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക സംശയം ശ്രീ ജോസഫ് സി മാത്യു, അങ്ങനെ മറ്റു പല താല്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ പാർട്ടിയിൽ വളരെ ശക്തിമത്തായി നിൽക്കുന്ന ഒരു വിഭാഗമാണല്ലോ ഈ പറയുന്ന ആളുകളും. അങ്ങനെ ഒരാൾക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമോ? അങ്ങനെ ഒരു ഭാഗത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, അങ്ങനെ ഒരു ശക്തി സ്രോതസ്സിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾക്ക് പാർട്ടിയിൽ തന്റെ വോയിസിന് ഇടമില്ല എന്ന് കണ്ടെത്തി പുറത്തു പോകേണ്ടി വരുമോ? മാധു, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒരാളുടെ കൂടെ നിന്ന് അദ്ദേഹം തന്നെ സംസാരിക്കുമ്പോൾ ആ പദം ഉപയോഗിച്ചു. ഞാൻ ആരുടെയും കൂടെ നിന്ന് ഒരാളെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ ശരിയാണ്. അന്ന് മാത്രമല്ല, അങ്ങനെ ഈ പ്രശ്നങ്ങളും എങ്ങനെയാണ് ശാന്തമായി രമ്യമായി പോകുന്നതും അവസാനം പാർട്ടി വിരുദ്ധ ശബ്ദമായി ഇത് മുദ്ര കുത്തപ്പെടുന്നതെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും. സാധാരണഗതിയിൽ നടക്കുന്നത് പോലെയാണെങ്കിൽ നമുക്കത് കാണാൻ കഴിയും. ഞാൻ പറയാൻ വന്നത്, അദ്ദേഹം ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നതിനോട് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാര്യം അവർക്കിത് പുതുമയല്ല, അവർക്കിതെല്ലാം ഇതിലും നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അവരിത് ഉന്നയിക്കാതിരിക്കുകയാണ് എത്രയോ വർഷങ്ങളായിട്ട്. ഇദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റി തലത്തിലുള്ള തർക്കങ്ങളുടെ ഭാഗമായി അദ്ദേഹം അത് ഉന്നയിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നവർക്കത് പുതുമയല്ല, അവർക്കിതറിയാം. പക്ഷെ ഇതിൽ കൊത്താത്തതിൻ്റെ കാരണം അവരിത് രമ്യതപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ്. ആ ഇക്വേഷൻ ഇപ്പോൾ തെറ്റി എന്നുള്ളതാണ്. തെറ്റിയപ്പോൾ ഇദ്ദേഹത്തെ ഉപയോഗിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല ഇദ്ദേഹം ആരുടെയെങ്കിലും കൂടെ നിൽക്കുകയോ അവർ നേരത്തെ മുതലേ അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ തെറ്റിയൊരു ഘട്ടത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആക്ഷേപം കൂടി പൊടി തട്ടിയെടുത്ത് അത് ഉപയോഗിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം കട നടത്തുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. മാധു പരിശോധിച്ച് കട നടത്തുന്ന കാര്യം ശരിയാണ്. പാർട്ടി ഫുൾ ടൈമർ അങ്ങനെ മറ്റൊരു കാര്യത്തിന് പോകാമോ? മറ്റുള്ള പലരും ഭാര്യമാരുടെ പേരിൽ, മക്കളുടെ പേരിൽ ഒക്കെ സ്ഥാപനം തുടങ്ങുകയും അവരാണ് പ്രവർത്തിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ശ്രീ TJ ആഞ്ചലോസ് ഇലക്ഷൻ്റെ തലേദിവസം കാറ്റുകൊള്ളാൻ പോയി. വലിയ ഗുരുതരമായ പ്രശ്നമാണ്. ഇവിടെ പാർട്ടി ഫുൾ ടൈമറായിട്ട് PBയിൽ പ്രവർത്തിക്കുന്ന ആളാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി. പാർട്ടി ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനെ നേരിടുകയും ഇന്ത്യ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറയുന്ന ഒരു പോരാട്ടം നടക്കുമ്പോൾ ഇദ്ദേഹം ടൂറിന് പോയതിനെക്കുറിച്ചോ? കട നടത്തിയാലേ പ്രശ്നമുള്ളൂ. ഉത്തരവാദിത്വം നിർവഹിക്കാതെ മറ്റ് പ്രവൃത്തിക്ക് പോവുക എന്നുള്ളതല്ലേ കുറ്റം. അപ്പോൾ PB അങ്ങനെ എന്താണ് ചെയ്തത്? ഇതൊന്നും ചോദിക്കാൻ ഇവിടെ ആളില്ല എന്നുള്ളത് കൊണ്ട് അവർക്കൊക്കെ ഇത് ചെയ്യാം. മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന ഒരു പാർട്ടിക്ക് ഈ ജില്ലാ കമ്മിറ്റി അംഗമായ ശ്രീ മനു തോമസ് ചെയ്തതിനേക്കാൾ എത്രയോ വലിയ പാതകമാണ് പോളിറ്റ് ബ്യൂറോ അംഗം അത് ചെയ്യുന്നത്. ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഈ ഇക്വേഷനുകൾ തെറ്റുന്നു എന്നും അങ്ങനെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതുമാണ് ഇവിടുത്തെ വിഷയം. ശരി, ശ്രീ റെജി ലൂക്കോസ്, അങ്ങ് നേരത്തെ പറഞ്ഞു മനു തോമസ് ഒരു അറിയപ്പെടാത്ത മനുഷ്യനാണ് എന്ന്. പക്ഷെ അങ്ങനെയല്ല. മനു തോമസ് ഈ പാർട്ടിയുടെ ഭാഗമായി നിന്ന്, അതിന്റെ തിരുത്തൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി നിന്ന്, അദ്ദേഹം നിരന്തരം ഇത്തരം റാലികളുടെ ഭാഗമായി നിന്ന്, DYFI ഇതിന്റെ ഭാഗമായി പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന ആളുകളെ എന്തെങ്കിലും ഒരു ചുവന്ന തലയിൽ എവിടെ നിന്നെങ്കിലും കെട്ടിവെച്ചുകൊണ്ട് പാർട്ടിയുടേതെന്ന് ഔദ്യോഗിക വക്താക്കളെന്ന ചായം തേച്ചുകൊണ്ട് നിൽക്കുന്നവരല്ല. യഥാർത്ഥത്തിൽ പാർട്ടി വക്താക്കൾ എന്ന് കൃത്യമായി ആളുകളെ ബോധിപ്പിച്ച് മുന്നോട്ട് പോയ ഒരു സംഘത്തിന്റെ നേതാവാണ് അദ്ദേഹം. എങ്ങനെയാണ് DYFIയുടെ ജില്ലാ പ്രസിഡന്റ് ആരും അറിയപ്പെടാതെ പോകുന്ന ഒരാളായി നിങ്ങൾക്ക് ഇപ്പോൾ മാറുന്നത് എന്നതൊരു ചോദ്യമാണ്. പിന്നെ നേരത്തെ അദ്ദേഹം തന്നെ ചോദിച്ചു, എനിക്ക് ഇലക്ഷൻ്റെ സമയത്ത് ഇത് ചെയ്യാമായിരുന്നല്ലോ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ അക്കരപ്പച്ച തേടി പോകുന്ന ഒരാളുടെ ചാപ്പ നിങ്ങൾക്ക് എളുപ്പത്തിൽ കുത്താമായിരുന്നു.
പാനൂർ ബോംബ് സ്ഫോടനം, അതിനുശേഷം ഈ പറയുന്ന അശ്ലീല പരാമർശങ്ങളുടെ പേരിലുള്ള വലിയ വിവാദം, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു കണ്ണൂർ രാഷ്ട്രീയത്തെ കലുഷിതമാക്കിയത്? അതിനിടയിൽ മനു തോമസ് ഇതൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ആരും കേൾക്കാതെ പോകുമായിരുന്നു. അതല്ല, അതിനുശേഷമാണ് അങ്ങനെ ഒരാളുടെ ഉദ്ദേശശുദ്ധിയാണ് നിങ്ങൾ ഇങ്ങനെ താറടിച്ചു കാണിക്കുന്നത്. അല്ല, അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. കാരണം അത് വളരെ ബുദ്ധിപൂർവ്വം BJP ആയിട്ട് ചേർന്നുള്ളൊരു തിരക്കഥയാണെന്നുള്ളവരും BJPയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറഞ്ഞു, ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞപ്പോൾ തന്നെ അത് വളരെ ക്ലിയർ ആയി കഴിഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് 2.5 മാസം ദീർഘമായുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഏതാണ്ട് 1 മാസം അടുത്താകുന്നേ ഉള്ളൂ. ആ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് മുമ്പുള്ളൊരു കാലയളവായിരുന്നുവെങ്കിൽ ഈ കണ്ണൂർ മാത്രം ഒതുങ്ങിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടുള്ള ഈ മനു തോമസിൻ്റെ വാക്കുകൾക്ക് മാതൃക പോലും ഒരു പ്രാധാന്യം കൊടുക്കുകയില്ല. ഒരു സംശയമില്ല. അതിലൊക്കെ എത്രയോ ബ്രേക്കിംഗ് വാർത്തകൾ നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. മാതൃഭൂമി ചാനലിനല്ല ഒരു വലതുപക്ഷ മാധ്യമങ്ങളും CPM-നെ താറടിക്കാനായിട്ട് മാത്രം വാർത്തകൾ ചമയ്ക്കുന്ന ഒരു മാധ്യമവും ഈ മനു തോമസിന്റെ വാക്കിന് യാതൊരു പ്രാധാന്യം കൊടുക്കുകയില്ല. അങ്ങനെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 വർഷത്തിൽ മാതൃഭൂമി ചാനൽ എന്നല്ല ഒരു വലതുപക്ഷ മാധ്യമം തെറ്റായി പ്രയോഗിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ മാതൃഭൂമിക്ക് വലത ഇടത എന്ന ചാപ്പ കുത്തേണ്ടതില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് ഞാനൊരു കോമൺ പെർസ്പെക്റ്റീവ് പറഞ്ഞു. അത് കോമൺ പെർസ്പെക്റ്റീവ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോരല്ലോ. ഒരു കാര്യം ബോധ്യമായില്ലേ? അല്ല, അത് ജനത്തിന് അറിയാമല്ലോ. ഏത് ജനത്തിനാണ് അറിയാവുന്നത്? എത്ര ജനം അങ്ങയോട് വന്ന് പറഞ്ഞിട്ടുണ്ട്? ദേശീയ പ്രാധാന്യമുള്ള എത്ര ജനം അങ്ങയോട് വന്ന് പറഞ്ഞിട്ടുണ്ട് മാതൃഭൂമി ഒരു വലതുപക്ഷ മാധ്യമമാണെന്ന്? അല്ല മാധു, ഞാൻ മാതൃഭൂമിനെ പിൻ പോയിന്റ് ചെയ്തല്ല പറഞ്ഞത്. മാധു എന്തിനാ അതേ കയറി പിടിക്കുന്നത്? CPM-നെ ഇകഴ്ത്തി കാണിക്കാൻ പറ്റുന്ന വാർത്തകൾ ചമയ്ക്കുന്ന മാധ്യമം എന്ന് പറഞ്ഞത് മാതൃഭൂമി ഉൾപ്പെടെ. മാതൃഭൂമി അങ്ങനെ കൊടുക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഈ മനു തോമസിന്റെ വാർത്ത ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നുവെങ്കിൽ അതേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മാതൃഭൂമി പോലും അത് മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. തെറ്റിദ്ധാരണയാണ് ശ്രീ റജി ലൂക്കോസ്. അല്ലല്ല, ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട എന്തു വാർത്ത ഏത് കോണിൽ നിന്ന് വന്നാലും അതിന് പ്രയോറിറ്റി കൂടുതലാണ്. അതൊരു അങ്ങേക്ക് മാധ്യമങ്ങളുടെ എഡിറ്റോറിയൽ പോളിസിയെ പറ്റി ഒരു പക്ഷേ ധാരണ കുറവായതുകൊണ്ടായിരിക്കാം. അങ്ങനെയല്ല, ഈ പറയുന്ന പ്രതികരണങ്ങൾ ഇലക്ഷൻ കാലത്തായിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ വലിയ വിവാദമായിരുന്നേനെ. BJPയും അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ BJPക്കും കോൺഗ്രസിനും അതിൽ രാഷ്ട്രീയമായ താല്പര്യം ഉണ്ടായേനെ. ഇത് വലിയ വാർത്തയും വലിയ വിവാദവുമായി ഡെവലപ്പ് ചെയ്തേനെ. അത് തെറ്റായ ധാരണ. അത് മാധു വാദിക്കാൻ വേണ്ടി വാദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളൊക്കെ ഒരു ഫുൾ ടൈം മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഒരു മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ പോളിസിയെ പറ്റി എന്റെ തെറ്റായ ധാരണ, അങ്ങയുടേത് ശരിയായ ധാരണ, അത് അങ്ങനെ നിൽക്കട്ടെ, പറഞ്ഞോളൂ. അല്ല മാധു, ഞാൻ ഈ എഡിറ്റോറിയൽ പോളിസിയെ കുറിച്ച് ഒരു അക്ഷരം പോലും വിട്ടിട്ടില്ല. മാധു എന്തിനാ പറയാത്ത കാര്യങ്ങൾ പറയണേ? എത്ര നാളുമായിട്ട് നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ഞാൻ പറഞ്ഞത് എന്താണ്, മാധു കേട്ടത് എന്താണ്? ഒരു ചാനലിൻ്റെയോ അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ പോളിസി ആയിട്ടൊന്നും ഞാനൊരു വിദൂരമായി പോലും ഈ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. മാധുവിന് എന്നെ മനസ്സിലായില്ല. ഇപ്പോൾ ഈ ചർച്ചയിൽ ഈ മനുഷ്യൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളതും മാധുവിന് വളരെ വ്യക്തമായില്ലേ? അത് ഓൺ ചെയ്തിരിക്കുന്ന BJPയുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, അത് വളരെ കൃത്യമല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, 15 മാസമായിട്ട് ഇദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ലായിരുന്നു. ഇതേ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എത്രയോ പരാതികൾ പാർട്ടി ആൾക്കാർ ചർച്ചകളിലൂടെയും പരാതിയായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. എത്രയോ ലക്ഷക്കണക്കിന് മനു തോമസുമാരുള്ള ഒരു പാർട്ടിയാണിത്. അതിലൊരു മനു തോമസ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം ചെറുതായിട്ട് കാണത്തില്ല. അദ്ദേഹം കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. അദ്ദേഹം DC ജില്ലാ കമ്മിറ്റി മെമ്പർ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം പാർട്ടി അംഗത്തെ പുതുക്കാതെ കണ്ട് അദ്ദേഹം മറ്റ് ലക്ഷ്യത്തോടു കൂടി നിശബ്ദനായി പോയത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വലിയ രീതിയിലുള്ള ബിഗ് ബ്രേക്കിംഗ് ഒന്നുമില്ല. കൃത്യമായിട്ട് അദ്ദേഹം ഒരു മാധ്യമത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാണ്. എന്നിട്ട് പറഞ്ഞതെന്താ? അതാണ് ഏറ്റവും വിചിത്രം. കേരളത്തിൽ ഇപ്പോൾ മാധുവിന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ചൊടിച്ചില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാഷ്ട്രീയ ശത്രുക്കൾ പോലും P. ജയരാജൻ സഖാവിനെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ചോ ഒരു സാമ്പത്തിക ആരോപണം ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം അതിനകത്ത് കൂട്ടിയിണക്കിയത് ആരെയാ? അദ്ദേഹം കൂട്ടിയിണക്കിയത് 6 വർഷങ്ങൾക്ക് മുമ്പ് ഈ CPM നിന്ന് പുറത്താക്കിയ അർജുൻ ആയങ്കിയെ പോലുള്ള 2 പേരെയാണ് അദ്ദേഹം കൂട്ടിയിണക്കിയത്. അവരുമായിട്ട് കള്ളക്കടത്തിൽ ഞാൻ തന്നെ മനു തോമസിനോട് ചോദിക്കുന്ന കേട്ടിട്ടുണ്ടായിരിക്കും. P. ജയരാജനെതിരെ അത്തരം ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബോധത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. അത് അങ്ങ് പറഞ്ഞതുപോലെ പുറത്തു നിന്നുള്ളവരോ രാഷ്ട്രീയ ശത്രുക്കളോ പറയുന്നത് പോലെ ആയില്ല. അല്ലെങ്കിൽ അങ്ങനെയല്ല, ആളുകൾ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന ഒരാൾ പറയുമ്പോൾ അത് കേൾക്കുന്നത്. അത് കുറെ കാലം മിണ്ടാതിരുന്നു എന്നുള്ളത് കൊണ്ട് അത് അന്യവൽക്കരിക്കപ്പെടുകയോ കേൾക്കാതെ പോവുകയോ ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങ് പറയുന്ന പോലെ ആരുമല്ലാത്ത ഒരു പാർട്ടി അംഗത്വം പേരിന് മാത്രമുള്ള ഒരു നേതാവൊന്നുമല്ല മനു തോമസ്. പാർട്ടി ഘടകത്തിൽ കൃത്യമായ ബന്ധങ്ങളുള്ള, പാർട്ടിയിൽ ഇത്രയും നാൾ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ച ഭാരവാഹി പറയുന്നതാണ്. അത് കേൾക്കും ജനം, അത് ചർച്ച ചെയ്യും, അതിൽ സംസാരമുണ്ടാകും എന്നുള്ളത് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടവേള എടുത്ത് പെട്ടെന്ന് വരാം. ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ
പാർട്ടിയുടെ അതായത് CPM-ന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പല ലെയറുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതാണ് ഇപ്പോഴത്തെ ഈ പ്രതികരണം. അതിനൊരു പക്ഷേ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് ശ്രീ ജോസഫ് സി മാത്യു പറയുന്നത്. പക്ഷേ ശ്രീ റെജി ലൂക്കോസിന് അതിൽ ആകെ സംശയമുള്ളത് BJP-യുടെ ഇടപെടലുകളാണ്. കാരണം നിങ്ങളുടെ രാഷ്ട്രീയ ചട്ടുകമായി അല്ലെങ്കിൽ അക്കരപ്പച്ച തേടി വരുന്ന ഒരാളായിട്ടാണ് മനു തോമസിനെ പാർട്ടി നിലവിൽ കാണുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇദ്ദേഹം പലതവണയായിട്ട് പറഞ്ഞു ഞാൻ എന്ത് ഓൺ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായില്ല. നേരത്തെ വാർത്തയ്ക്കിടയിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രീ അബ്ദുള്ളക്കുട്ടി അദ്ദേഹത്തെ കണ്ടു എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അതുപോലെ തന്നെ VD സതീശൻ കോൺഗ്രസിൻ്റെ ഇപ്പോൾ കോൺഗ്രസ്സുകാരനായ ആൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർക്ക് അതിന് മറുപടി പറയേണ്ടി വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ട് പോയി കണ്ടു എന്നുള്ളതല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു രാഷ്ട്രീയമായ സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അത് എന്താണെന്നുള്ള കാര്യം പരിശോധിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. മാത്രമല്ല AP അബ്ദുള്ളക്കുട്ടി CPM-ൽ നിന്നിരുന്ന ഒരാളാണ്, കണ്ണൂരിലെ MP ആയിരുന്നു. കണ്ണൂരിലൊരു റെജി ലൂക്കോസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. സ്വാഭാവികമായിട്ട് അദ്ദേഹം പോയി കണ്ടിട്ടുണ്ടാവും, അത് വേറൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് BJP തിരക്കഥ രചിക്കുന്നതാണെങ്കിൽ ശ്രീ റെജി ലൂക്കോസ് ഇതിന് മറുപടി പറയേണ്ടത് CPM അല്ലേ, അല്ലാണ്ട് ആകാശ് തില്ലങ്കേരിയാണോ ഇതിന് മറുപടി പറയേണ്ടത്? അർജുന ആങ്കിയാണോ ഇതിന് മറുപടി പറയേണ്ടത്? ഇവരൊക്കെയാണോ ഇപ്പം നിങ്ങളുടെ പാർട്ടിയുടെ പുതിയ വക്താക്കള്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് BJP-യോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ തിരക്കഥ രചിച്ച് ഇങ്ങനെ ഒരാളെ മുൻപോട്ട് കൊണ്ടുവരുന്നതാണെന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ വ്യക്തി മനു തോമസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്താണ്? ജയരാജനും അദ്ദേഹത്തിൻ്റെ മകൻ ജയൻരാജനും കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായിട്ടുമാണ് ഇടപാട് എന്ന് പറയുമ്പോൾ ഇതിലെ രണ്ടിലെയും കൃത്യമായിട്ടുള്ള ആൾക്കാർ, ആകാശ് തില്ലങ്കേരി കൊട്ടേഷൻ സംഘത്തിലുള്ള വ്യക്തിയാണെന്ന് CPM തന്നെ പറഞ്ഞ ആളാണ്. അർജുൻ ആയങ്കി ഈ പറയുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആളാണെന്ന് അർജുൻ ആയങ്കി തന്നെ കേരള പോലീസ് തന്നെ സാക്ഷ്യം പറഞ്ഞൊന്നാണ്. ഇവർ രണ്ടുപേരുമാണോ വന്നിട്ട് ഇതിനകത്ത് പ്രതികരിക്കേണ്ടത് CPM-ന്റെ ഭാഗത്ത് നിന്നുകൊണ്ട്? അത്തരത്തിലൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് CPM മാറുന്ന സാഹചര്യമാണോ നിലവിൽ കേരളത്തിലുള്ളത്? അപ്പോൾ തിരക്കഥയാണ് മറ്റൊരു പാർട്ടി രചിച്ചുകൊണ്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വളരെ മാന്യമായിട്ട് അതിനെ പ്രതികരിക്കണം. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തുറന്നു കാണിക്കാൻ കഴിയുന്നതാണെങ്കിൽ നിങ്ങൾ തുറന്നു കാണിക്കണം. അല്ലാണ്ട് ഈ പറയുന്ന മുക്കാൽ ചട്ടമ്പികളെ അല്ല ഇറക്കി വിട്ടിട്ട് ഇതിനകത്ത് പ്രതികരിക്കേണ്ട. അവിടെയാണ് നിങ്ങൾ താഴെ പോയിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രീ ജയരാജനും മനസ്സിലാക്കണം, താങ്കളും മനസ്സിലാക്കണം. പറയൂ. ഞാൻ മറുപടി പറയാം. ആകാശ് തില്ലങ്കേരിയെ പോലുള്ളവർ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് അല്ലെ പൂർത്തിരിച്ചോട്ടെ, ഞാൻ ഒരാളല്ലേ ഉള്ളൂ. വർഷങ്ങളായി അത് അല്ലെങ്കിൽ അവരെ പുറത്താക്കിയവരെ കൂത്തൂറും മട്ടന്നൂർ ഭാഗങ്ങളിൽ മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയതാ. ഈ ആരോപണങ്ങൾ വരുന്നതിന് മുമ്പേ അവരുടെ പേര് ഉപയോഗിക്കുമ്പോൾ അവർ പ്രതികരിക്കാതെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനാണല്ലോ ഈ വാർത്തകളിൽ പ്രാധാന്യം കിട്ടി. ഇപ്പം 4 പേർ അറിയാൻ വേണ്ടിയിട്ട് ഒരു കപ്പാസിറ്റി. ഇപ്പം CPM-ന്റെ ഒരു സമന്വയ നേതാവ് ഞങ്ങളോടൊപ്പം വന്നു എന്ന് ഭാഷ്യം ചേർത്താൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ കൂടി ജയിച്ചിരിക്കുന്ന ഒരു തിരക്കഥയാണിത്. ആ മനുഷ്യന് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ചോദിക്കുകയാണ്. ഒരു വിപ്ലവകാരിയുടെ പതനം എന്നാണ് മനു തോമസിനെ കുറിച്ചിട്ട് ജയരാജൻ സഖാവ് പറഞ്ഞിരിക്കുന്നത്. ഈ ആകാശ് തില്ലങ്കേരിയുടെ വിഷയത്തില് വിപ്ലവകാരിക്ക് പതനം സംഭവിച്ചില്ലേ? അർജുൻ ആങ്കിയുടെ വിഷയത്തിൽ വിപ്ലവകാരിക്ക് പതനം സംഭവിച്ചില്ലേ? ഇവര് രണ്ടുപേരും PJ ആർമി എന്നും ചെന്താരകം എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ജയരാജനെ തലയിൽ വെച്ചുകൊണ്ട് കിടക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ. എന്തുകൊണ്ട് ജയരാജൻ സഖാവ് വന്നിട്ട് ഇവരെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഇതുവരെയും നമ്മൾ കണ്ടില്ല? ജയൻരാജ് നാഴികയ്ക്ക് 40 വട്ടം മറ്റ് പല ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടും പാർട്ടിക്കകത്തുള്ള ഇന്റേണൽ വിഷയങ്ങളെ കുറിച്ച് പോലും മുനവെച്ച് പോസ്റ്റ് ഇടുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ എന്തുകൊണ്ട് ഇതുവരെയായിട്ടും ഇവരെ രണ്ടുപേരെയും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല? അപ്പൊ ഈ പറയുന്ന കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായിട്ട് ഈ കുടുംബത്തിന് ബന്ധമുണ്ട് എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ആ ആരോപണം സാധൂകരിക്കുന്നത് ഇവിടെ BJP ഇടപെടുന്നുണ്ടല്ല. ഈ ആരോപണത്തിനെ സാധൂകരിച്ചു കൊടുത്തിരിക്കുന്നത് ജയരാജൻ. അർജുനായങ്കിയുടെയും ആകാശ് തില്ലങ്കേരിയുടെയും പേര് ആദ്യത്തെ പോസ്റ്റിലില്ല. രണ്ടാമത്തേലും കൊട്ടേഷൻ സംഘാംഗങ്ങൾ എന്നേ ഉള്ളൂ. അപ്പൊ പേര് പറഞ്ഞതുകൊണ്ട് വന്ന് മറുപടി പറഞ്ഞതല്ല, സ്വയം സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. അല്ലതേ, ഞാൻ പറയട്ടെ, ഈ മനു തോമസ് പറഞ്ഞ വ്യക്തി ഇതുവരെ എടുത്തിരിക്കുന്ന നിലപാടുകളെ കുറിച്ച് നിങ്ങൾ നോക്കിയേ. ഈ മനു തോമസ് ഈ രീതിയിലുള്ളൊരു നാടകം ഇപ്പൊ BJP അവർക്ക് അദ്ദേഹത്തിന് ഓഫർ കൊടുത്തിരിക്കുന്നത് യുവമോർച്ച ന്യൂനപക്ഷ മോർച്ചയുടെ എന്തോ ഒരു ഉന്നത പദവിയാണെന്നാണ് വാർത്തകൾ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ യാത്ര എങ്ങോട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിന് വാർത്തകൾ സൃഷ്ടിക്കുക, താനൊരു വലിയ ആളാണെന്നുള്ള ഭാവത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ തന്നെ വാർത്തകൾ സൃഷ്ടിച്ച്
താൻ ഒരു ബാർഗൈൻ കപ്പാസിറ്റി അല്ലാതെ തന്റെ വിലപേശൽ കൂട്ടി അല്ലെങ്കിൽ BJPക്ക് ഇദ്ദേഹത്തിന് ഒരു ആയുധമാക്കി CPM-നെ ബലിയാടാക്കാൻ വേണ്ടി കളിച്ചൊരു നാടകം എന്നല്ലാണ്ട് ഇതിനെന്ത് പ്രസക്തിയുള്ളത്? നിങ്ങൾ അങ്ങനെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടോ? എനിക്കറിയില്ല മാധു. മാത്രമല്ല എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ DYFIയുടെ കണ്ണൂർ പോലുള്ള ഒരു ജില്ലയുടെ ജില്ലാ പ്രസിഡന്റിനേക്കാളും വലിയ പോസ്റ്റ് ആണോ അത്തരത്തിലേക്ക് CPM BJP-യെക്കാളും താഴെ പോയെന്നാണ് പറയുന്നത്. യുവമോർച്ചയുടെ എന്ന് പറഞ്ഞാൽ ഓക്കെ. ശരി, ശ്രീ ജോസഫ് സി AP അബ്ദുള്ളക്കുട്ടി അദ്ദേഹത്തിന് കൊടുത്ത ഓഫർ എന്താ? അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ? അല്ല AP അബ്ദുള്ളക്കുട്ടി അദ്ദേഹത്തിനെ കണ്ടു, അദ്ദേഹത്തിന് നൽകിയ ഓഫർ എന്താണ്? അദ്ദേഹത്തിന് ഓഫർ കൊടുത്തോ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? ഓഫർ കൊടുത്തോ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? AP അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള സമുന്നതനായ നേതാവാണ്. സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ വിഷയം ഉണ്ടാകുമ്പോൾ അദ്ദേഹം അവിടെ പോവും, അദ്ദേഹം അവിടെ സംസാരിക്കും. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും. ഓഫർ കൊടുത്തത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓഫർ ഉണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഓഫർ ഇല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് പോരണമെന്ന് പറയാനായിട്ടാണോ ഈ അബ്ദുള്ളക്കുട്ടി അദ്ദേഹത്തെ പോയി കണ്ടത്? അല്ല, നിങ്ങൾ ആൾക്കാരെ കാണുന്നതല്ല ഓഫർ കൊടുക്കാനാണ്. ജാവ്ദേക്കറൊക്കെ പോയി പറഞ്ഞപ്പോഴും ഇതുപോലത്തെ ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിലൊക്കെ ഇത്തരം ഓഫറുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ? അതിന്റെ ഒരു ഓർമ്മയിൽ അങ്ങ് പറഞ്ഞതായിരിക്കാം ഒരു പക്ഷേ ശ്രീ റജി ലൂക്കോസ്. അങ്ങനെ വിചാരിക്കാം. നമുക്കൊരു ഓഫറിനെ പറ്റിയും കണ്ടാൽ എന്ത് പറയുമെന്ന് നല്ല ബോധ്യമുണ്ടെങ്കിൽ അത് അങ്ങനെ വലുതാകാനേ വഴിയുള്ളൂ എന്ന് വിചാരിക്കേണ്ടി വരും. ശരി, ശ്രീ ജോസഫ് സി മാത്യു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ യുവരാജ് ഗോകുൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ജെയിനോ P ജയരാജനോ ഈ പറയുന്ന സംരക്ഷിക്കാൻ ഇറങ്ങിയ പുതിയ കാവൽക്കാരെ, പുതിയത് എന്ന് പറയുന്നതിലെ സാങ്കേതിക പ്രശ്നമുണ്ട് എന്നാൽ പോലും തള്ളിപ്പറയാത്തത് എന്തുകൊണ്ടാണ് ഇതുവരെ? ഇനി അതും പോകട്ടെ, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇത്രയും വലിയ വിവാദമുണ്ടായിട്ട് ഇപ്പോഴും മൗനം പാലിച്ചിരിക്കുന്നു. നോക്കൂ, തെരഞ്ഞെടുപ്പ് തോൽവി, അതിനുശേഷം തിരുത്തലുണ്ടാകുമെന്ന പ്രഖ്യാപനം, അതിനുശേഷം TP കേസ് പ്രതികൾ പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ട വിവാദം, ഇപ്പോൾ മനു തോമസ് പറഞ്ഞുവിട്ട കാര്യങ്ങൾ, ഇതിലെവിടെയാണ് തിരുത്തു വരാനുള്ള ഒരു സാധ്യതയെങ്കിലും അവശേഷിക്കുന്നത്? ശ്രീ ജോസഫ് സി മാത്യു. മാധു, അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അങ്ങനെ ഒരു തിരുത്തലൊന്നും എളുപ്പമല്ല. തിരുത്തണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രമം ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു തിരുത്തൽ അത്ര എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ നമ്മൾ TP വധക്കേസ് പ്രതികളുടെ കാര്യം നിങ്ങൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ അവരുടെ സുപ്രീം കോടതിയിൽ ഇപ്പോൾ അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട വാദമുണ്ടാവുക, ഹൈക്കോടതി പ്രതികളാണെങ്കിൽ പോലും അവരുടെ സ്വാഭാവികമായിട്ടുള്ള അവർക്ക് ലഭിക്കേണ്ട നീതി നിഷേധിക്കുന്നു എന്നാണ്. കാരണം അവർ ജയിലിൽ നല്ല കോണ്ടാക്റ്റ് ആയിരുന്നു കഴിഞ്ഞ 10 വർഷം എന്നുള്ളതിന് ഇപ്പോൾ ജയിലറും അധികൃതരും സർട്ടിഫൈ ചെയ്തതിൻ്റെ സാക്ഷ്യപത്രം അവരുടെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഹൈക്കോടതി ഇങ്ങനെ ഞങ്ങളുടെ മാനുഷികമായിട്ടുള്ള അവകാശത്തിൽ കടന്നു കയറി എന്നവർ വാദിക്കാൻ പോവുക. ഇതൊന്നും അതുകൊണ്ട് നിരുത്തരപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ തൽക്കാലത്തേക്ക് ഒരു സസ്പെൻഷൻ ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഈ നമ്മൾ ഫോറസ്റ്റ് വകുപ്പിലൊക്കെ നടന്ന സസ്പെൻഷനൊക്കെ നമ്മൾ കണ്ടതാണ്. ബെന്നിച്ചൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ട് പിന്നീട് പ്രൊമോട്ട് ചെയ്തു. ഇതൊക്കെ ഇവർ വെറുതെ കളിക്കുന്ന നാടകങ്ങളുടെ ഭാഗമാണ്. നമ്മൾ ഈ പറയുന്ന വിഷയത്തിൽ ശ്രീ റജി ലൂക്കോസ് പറയുന്നിട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഞങ്ങളെല്ലാവരും ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. രണ്ടാമത് ഈ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ സ്ഥാനം എന്ന് പറയുന്നത് എന്തോ വളരെ താണ ഒരു പൊസിഷനാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്കൊക്കെ സംസാരിക്കാൻ, എനിക്ക് സംസാരിക്കാൻ, റജി ലൂക്കോസിന് സംസാരിക്കാൻ അവസരമുള്ളിടത്ത് അദ്ദേഹത്തെ പോലെ ഒരു പൊതുപ്രവർത്തകന് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അദ്ദേഹം സംസാരിച്ചാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ക്യാരി ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചുമുള്ള ചില ധാരണപക്ഷകളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന, ഇപ്പം നമ്മൾ കേട്ടല്ലോ, ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ അറിയാവുന്ന, പറയാൻ ആർജവമുള്ള, വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. അതൊക്കെ നമ്മൾ കുറച്ച് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? അദ്ദേഹം ഒരു കരിയറിസ്റ്റായിട്ട് അടുത്ത ജനുവരിയിൽ ഇന്നടത്തെത്തണം, അടുത്ത ഡിസംബറിൽ ഇന്ന സ്ഥാനത്തെത്തണം എന്ന് പറഞ്ഞ് ലാഡർ വരച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയ ഒരുപാട് പേരെ നമുക്കറിയാം. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നെങ്കിൽ 15 മാസം മിണ്ടാതെ കടയിൽ പോയി ഇരിക്കില്ല. നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ അവർ അസഹിഷ്ണുതയും അവർ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഇലക്ട്രൽ സ്ഥാനത്തിന് വേണ്ടിയുള്ളത് മാത്രമാണെന്നും
വൈകിട്ടത്തെ വാർത്തയ്ക്ക് ബ്രേക്കിംഗ് ന്യൂസ് ഒന്നും ഇല്ലെങ്കിൽ അതിന് കൊടുക്കാൻ വേണ്ടിയുള്ളതാണെന്നും ഒക്കെ ധരിക്കുന്നത്. ഞാൻ ഏതായാലും അങ്ങനെ ധരിക്കുന്നില്ല, ഞാനങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അവരവിടെ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളത് പൊതുജനത്തിനും അറിയാവുന്നത് കൊണ്ട്, അവരുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ഈ ശ്രദ്ധ കിട്ടുന്നത്. അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ശ്രീ പി ജയരാജന് തീർച്ചയായിട്ടും പാർട്ടി പ്രവർത്തകരുടെ ഇടയിലും ഒരു മതിപ്പുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് പല ഈ അക്രമ രാഷ്ട്രീയത്തിൽ പങ്കുണ്ട് എന്ന് ജനം ധരിക്കുമ്പോഴും അദ്ദേഹം സ്വകാര്യമായിട്ട് ഇങ്ങനെ സ്വത്ത് സമ്പാദനത്തിന് വേണ്ടിയോ മക്കൾ ബിനാമികളാക്കിക്കൊണ്ട് സ്വത്ത് സമ്പാദിക്കുന്ന ഒരാളോ അല്ല എന്നുള്ള ഒരു ധാരണയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പിന്തുണ കിട്ടുന്നത്. എങ്ങനെയാണത് കിട്ടുന്നത്? മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണത് കിട്ടുന്നത്. ഇത് മറ്റ് നേതാക്കന്മാരെ അസന്തുഷ്ടരാക്കുന്നുണ്ട്, അവർക്ക് അവരുടെ ചെയ്തികളിൽ നിന്ന് മാറാനും വയ്യ. ഈ ഒരു സാഹചര്യത്തിലാണ് ശ്രീ മനു തോമസ് ഈ കാര്യം ഉന്നയിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ കൊട്ടേഷൻ ക്രിമിനൽ സംഘങ്ങളുമായി പാർട്ടി പുറത്താക്കിയെന്ന് പോലും ഞാൻ പറയുന്നില്ല, പുറത്താക്കേണ്ടി വന്ന ഈ ക്രിമിനൽ സംഘങ്ങളുമായി അന്ന് തന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ശ്രീ പി ജയരാജനെ അവിടെ കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് പി ജയരാജനെ കൊണ്ട് തന്നെ അവിടെ പ്രസംഗിപ്പിക്കുന്നത്? അത് ആ ബന്ധങ്ങളൊക്കെ കാരണങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ താല്പര്യം എന്നാണ് ശ്രീ മനു തോമസ് ചോദിച്ചത്. വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? പണമല്ലെങ്കിൽ മറ്റെല്ലാ താല്പര്യങ്ങളും ഉണ്ടാകും എന്നാണ് മാധു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു സംശയം പൊതുജനങ്ങളുടെ മുന്നിൽ ഉന്നയിക്കുക, അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ സംശയം ഉന്നയിക്കേണ്ടത് ശ്രീ മനു തോമസിനേക്കാൾ കൂടുതൽ ഇവിടെ മറ്റ് ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആവശ്യമായതുകൊണ്ട് അവരുടെ ഒരു പ്രേരണ കൂടി ഇതിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ഉന്നയിച്ചത്. അതിനപ്പുറത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചും ഞാൻ കുറ്റം പറയുന്നില്ല. അദ്ദേഹം വളരെ പ്രസക്തമായ ചോദ്യമാണ് ഉന്നയിച്ചത്. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുള്ള ചോദ്യം തന്നെയാണ് ഉന്നയിച്ചത്. അപ്പോൾ അതിനോടെല്ലാം മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ ഇവർ തമ്മിലുള്ള ചക്കളത്തി പോരിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗുണം ചെയ്യുമെങ്കിലും മൊത്തത്തിൽ ഈ പാർട്ടിയുടെ ശരീരത്തിന് ഏൽക്കുന്ന മുറിവുകളാണ് ഇതെല്ലാം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പാർട്ടി തന്നെ പല ഘടകങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്, പാർട്ടിക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ സംശയത്തിനിട നൽകാത്ത വിധം അത് തിരുത്തി പോകണം എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസയോഗ്യമായി ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയാതെ പോകുന്നത്? മാധുവും ഇവിടെ പിണറായിയാണ് പാർട്ടി എന്നാണ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അദ്ദേഹമാണത് പറഞ്ഞത്, VS-നെ കുറിച്ചാണ് പറഞ്ഞത്. PV അംഗമായിട്ടുള്ള എനിക്കെതിരെ ഒരു ചോദ്യം വന്നപ്പോൾ സഖാവ് അങ്ങനെ ഒഴിഞ്ഞു മാറുന്ന തരത്തിൽ പോകാതെ വ്യക്തമായ മറുപടി പറഞ്ഞു പോകേണ്ടതായിരുന്നു. എന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ പാടില്ലായിരുന്നു. ഞാൻ അടിവരയിടുന്നു. അദ്ദേഹം പറഞ്ഞത് 100% ശരിയായ നിലപാടാണ്. പക്ഷേ ഇപ്പോൾ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹം സ്വയം സംശയത്തിൻ്റെ നിഴലിലോട്ട് മാറി മാറി നിൽക്കുകയാണ്. ഒരു ചോദ്യത്തിന് മറുപടിയില്ല. മകൾക്കൊരു ബാങ്ക് അക്കൗണ്ട് അവിടെ ഉണ്ട് എന്ന് പറയുന്നു. മകളുടെയും മറുപടിയില്ല, അച്ഛൻ്റെയും മറുപടിയില്ല. അതിൽ ലാവലിൻ്റെ പൈസ വന്നെന്നുമാണ് പറയുന്നത്. അവർ മറുപടി പറയാതെ വേറെ ഏതോ കമ്പനി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായെന്ന് പറയുന്ന മറുപടിയിൽ നമ്മൾ തൃപ്തരായിക്കൊള്ളണം എന്നാണ് പറയുന്നത്. വിവരാവകാശമുള്ള നമ്മൾ അതുകൊണ്ട് തൃപ്തരായിക്കൊള്ളണം എന്നാണ് പറയുന്നത്. എന്തിനാണ്? ഇതിനു മുമ്പ് പത്രക്കുറിപ്പിറക്കിയ സെക്രട്ടേറിയറ്റിന് മിണ്ടാട്ടമില്ല, പാർട്ടി സെക്രട്ടേറിയറ്റിന് മിണ്ടാട്ടമില്ല. അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ മുന്നിൽ ഒരുപാട് സംശയങ്ങളും അവരുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ഇതിനൊക്കെ മറുപടി പറയാതിരിക്കുന്ന പ്രേക്ഷകർക്കും എന്തായാലും കണ്ണൂരിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഈ വിവരങ്ങൾ, ഈ വെളിപ്പെടുത്തലുകൾ പാർട്ടിക്കുള്ളിലെ ചക്രത്തി പോരാട്ടത്തിന്റെ ലക്ഷണമാണോ അതോ അതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങളിലേക്കുള്ള ചൂണ്ടുപലകയാണോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്.